ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. നമ്മുടെ നോർമൽ ഡിസൈനുകൾ ഇത്തരത്തിൽ കവറിന് മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാവുക, ആ ഒരു രീതിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസൈനുകൾ നമുക്ക് ബോട്ടിലിൻ്റെ മുകളിലായിട്ടോ അതല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ കവറായിട്ടോ അതല്ലെങ്കിൽ ബോക്സിന് മുകളിലായിട്ടോ മറ്റു പാക്കേജിന് മുകളിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് മോക്കപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ മോക്കപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഫയലുകൾ നമുക്ക് ഫ്രീ പിക്ക് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രീ പിക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം മോക്കപ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് എ മോക്കപ്പ് എന്നൊരു ബട്ടൺ നമുക്ക് ലഭിക്കുന്നതാണ്. അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് PSD ഫയലുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു PSD ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഡിസൈനിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഡിസൈൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബിസിനസ് കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലോഗോ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലോഗോ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാഗിൻ്റെ മുകളിൽ നമ്മുടെ ഡിസൈൻ നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ലോഗോകൾ നമുക്ക് ഇത്തരത്തിൽ 3D ആയിട്ടൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കവേഴ്സ് എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള ഫയലുകൾ ഫ്രീ പിക്കിൽ നിന്ന് മാത്രമല്ല ഗൂഗിളിൽ ഫ്രീ മോക്കപ്സ് വെബ്സൈറ്റ് എന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെയും കുറേ വെബ്സൈറ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു വെബ്സൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള PSD ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പേജിൽ നിന്നും ഈ ഒരു ഡിസൈൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ കാണുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ PSD എന്ന ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ PSD ഫയൽ ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ശേഷം ഞാനതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോഷോപ്പിൽ തന്നെ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നോ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു കവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഡിസൈൻ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആ ഡിസൈൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലെയർ ബോക്സിലേക്ക് ഒന്ന് പോകുന്നു. ഈ ലെയർ ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ പ്ലേസ് യുവർ ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ലെയർ ഗ്രൂപ്പ് കാണുന്നുണ്ട്. എല്ലാ ഫയലുകളിലും ഇതേപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. എന്തിനായാലും ഇതിൽ നമ്മുടെ ഡിസൈൻ പ്ലേസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ലെയർ അവർ കൊടുത്തിട്ടുണ്ടാവും. ആ ലെയറിലേക്ക് നമ്മുടെ ഡിസൈൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്ലേസ് യുവർ ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ലെയർ ഗ്രൂപ്പ് കാണുന്നുണ്ട്. അതിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ബോഡി എന്ന് പറഞ്ഞുകൊണ്ടൊരു ലെയർ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ മെയിൻ ഇമേജ് വരുന്നത്. മെയിൻ ഇമേജ് എപ്പോഴും ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരിക്കും. സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെയറിൻ്റെ അകത്തായിട്ട് ഇതേപോലെ ചെറിയൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു രീതിയിൽ ഒന്ന് നോക്കുക. അത്തരത്തിലുള്ള ലെയർ കാണുകയാണെങ്കിൽ ആ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലെയർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ടാബിനകത്തായിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഡിസൈൻ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡിസൈൻ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എംബ്രഡി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വെക്കുന്നു. ശേഷം Ctrl+S എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതാണ്. ശേഷം നമ്മുടെ ആ ഒരു മെയിൻ ഫയലിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു കവർ നമ്മുടെ ഡിസൈനുമായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള മോക്കപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പുസ്തകത്തിന് മുകളിലായിട്ടും ബോട്ടിലിന് മുകളിലായിട്ടും ലോഗോ ചുമരിന് മുകളിലൊക്കെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് കവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മോക്കപ്പുകൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈനുകൾ അതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.